ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ പ്രീമിയർ ലീഗ് വീക്കെൻഡിൽ ആർസണലിൻ്റെ മത്സരം ഇത്തവണ മെഴ്സി സൈഡിൽ എവേ മാച്ച് ആയിരുന്നു. എവേർട്ടനെതിരെയായിരുന്നു. ഗുഡിസൺ പാർക്കിൽ അവസാനമായിട്ട് ആർസണൽ എവേർട്ടനെ ഫേസ് ചെയ്യാൻ ഇറങ്ങി ആൻഡ് ദ റിസൾട്ട് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ഒരു സ്ക്രാപ്പി മാച്ചായിരുന്നു ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ. അതിനൊരു കോൺട്രവേഴ്ഷ്യൽ സോഫ്റ്റ് പെനാൽറ്റി കോളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം മത്സരത്തിൽ 2 പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്താണ് ആർസണൽ തിരിച്ച് എമിറേറ്റ്സിലേക്ക് പോകുന്നത്. ഒരു ഡിസപ്പോയിൻറ്റിങ് ഡ്രോ ആയിരുന്നു. 1-1 എന്നുള്ള സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്. സോ ഇനി മത്സരത്തിലെ ലൈനപ്പ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനിലാണ് ഡേവിഡ് മോയ്സിൻ്റെ കീഴിൽ എവർട്ടൺ ഇറങ്ങിയിരുന്നത്. മിക്കേൽ ആർട്ടറ്റ ടീമിനെ ഇറക്കിയത് നമ്മൾ സ്ഥിരം 4-3-3 ഫോർമേഷനിൽ തന്നെ. പക്ഷേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം റയൽ മാഡ്രിഡായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ മെയിൻ പ്ലേയേഴ്സിനൊന്നും കാര്യമായിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കാൻ ആർട്ടറ്റ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. സോ ഡിഫൻസിൽ നമുക്ക് ഓൾറെഡി അറിയാം ഗബ്രിയേൽ ഇഞ്ചേർഡായി പോയി, സീസൺ അവസാനിച്ചു പ്ലെയറിൻ്റെ. സോ ജേക്കബ് കിവിയോറാണ് സ്റ്റാർട്ട് ചെയ്ത മത്സരം. എല്ലാവരുടെയും എന്താ പറയുക സൂക്ഷ്മമായ കണ്ണുകളിലായിരുന്നു ജേക്കബ് കിവിയോർ. എന്തൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. എനിവേ അതേപോലെ നല്ലൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ന്യൂസ് ഉണ്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻ വൈറ്റും ടിംബറും തിരിച്ചെത്തി എന്നുള്ളതാണ്. മീൻസ് ടിംബർ എവിടെയും പോയി നല്ല ലാസ്റ്റ് മാച്ചിൽ ടിംബറിന് ചെറിയൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നു. ബെൻ വൈറ്റും മത്സരത്തിൻ്റെ ഷീറ്റിൽ ഉണ്ടായിരുന്നില്ല, ഇഞ്ചുറിയുടെ കാര്യം ഒരു നോക്ക് കിട്ടിയതിൻ്റെ പേരിൽ. പക്ഷേ 2 പ്ലേയേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. ബെൻ വൈറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്, ടിംബർ ബെഞ്ചിലുണ്ടായിരുന്നു. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തവണ മെറീനോനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാണ്ട് മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓഡെഗാർഡിനെ ഇറക്കിയില്ല, പകരം ജോർജിനോനെ ഇറക്കിയത്. സോ റൈസ്, ജോർജിനോ, മെറീനോ അങ്ങനെയായിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. ഇനി വിങ്ങുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈതൻ ഹെനറി ആയിരുന്നു റൈറ്റ് ലാസ്റ്റ് യൂഷ്വൽ. ലെഫ്റ്റിൽ സ്റ്റെർലിംഗ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് സ്ട്രൈക്കിംഗ് റോളിൽ നമ്മുടെ ട്രൊസാർഡാണ് സ്റ്റാർട്ട് ചെയ്ത മത്സരം. സോ ഇനി മത്സരം നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ 2 ടീമുകൾക്കും ഗോളടിക്കാനുള്ള അവസരമൊക്കെ കിട്ടി. ആദ്യം തന്നെ സ്റ്റെർലിങ്ങിൻ്റെ ഒരു ഷോട്ട് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്ത് വിട്ടു. അതേപോലെ ഒബ്രൈന് നല്ലൊരു ചാൻസ് കിട്ടിയതാണ് എവർട്ടന് വേണ്ടി ഗോൾ നേടാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ചെസ്റ്റിൽ തട്ടി പന്ത് തെറിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ഓപ്പൺ പോസ്റ്റിലേക്ക് തട്ടിയിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് എവർട്ടൻ അവിടെ ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂഷ്വലായിട്ട് കിട്ടുന്ന ഒരു ഡോമിനൻസ് കിട്ടിയെന്നുള്ളതാണ്. മിഡ്ഫീൽഡ് ആധിപത്യവും പൊസിഷനായാലും അതേപോലെ അറ്റാക്കിംഗ് അറ്റംപ്റ്റ്സ് ഫ്രീക്വൻസിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആർസണൽ മുന്നിട്ട് തന്നെ നിന്നു. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രം വന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഒരു 34ാമത്തെ മിനിറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ഗോൾ നേടിയത്. അത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ഗോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോളായിരുന്നു എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ ഡിഫൻഡറായ ബ്രാത്ത്വൈറ്റും ഗുയെ എന്ന് പറയുന്ന മിഡ്ഫീൽഡറും തമ്മിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഒരു മിസ് ഹെഡർ വരുന്നു. സോ അതിൽ നിന്ന് പന്ത് കിട്ടിയ സ്റ്റെർലിങ് മുൻപിലേക്ക് കുതിച്ചു. ലെഫ്റ്റിൽ ട്രൊസാർഡ് കൂടെ ഓടുന്നുണ്ടായിരുന്നു. സോ ബോക്സിൻ്റെ എഡ്ജ് എത്തിയപ്പോൾ, പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജ് എത്തി കഴിഞ്ഞപ്പോൾ സ്റ്റെർലിങ് ട്രൊസാർഡിനെ പന്ത് വെച്ച് കൊടുത്തു. ട്രൊസാർഡ് ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു ലോ ഷോട്ട് അങ്ങോട്ട് പതിച്ചു. ജോർദാൻ പിക്ഫോർഡ് ബീറ്റണായി. റൈറ്റ് ബോട്ടം കോർണറിൽ പന്ത് എത്തി നിന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ 34ാമത്തെ മിനിറ്റിൽ ഗുഡിസൺ പാർക്കിൽ ട്രൊസാർഡ് ഈ പ്രീമിയർ ലീഗ് സീസണിലെ 5ാമത്തെ ഗോളും നേടി. സ്റ്റെർലിങ് ഈ സീസണിലെ 2ാമത്തെ അസിസ്റ്റും നേടി എന്നുള്ളതാണ്. സോ മത്സരം പിന്നീടും കണ്ടിന്യൂ ചെയ്തു. ഒരു 40ാമത്തെ മിനിറ്റ് ആയപ്പോൾ മിക്കേൽ മെറീനോയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി, ഒരു ക്ലാഷ് ഓഫ് ഹെഡ്സ് വന്നു. മിക്കേൽ മെറീനോ താഴെ കിടന്നു. മെഡിക്കൽ സ്റ്റാഫൊക്കെ ഓടി വന്നു. ഞാൻ ചെറുതായിട്ട് നെഞ്ചത്തൊന്ന് കൈവച്ചു, ദൈവമേ അടുത്ത ഇഞ്ചുറി ആണോ എന്നുള്ളത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താരം ഓക്കെ ആയി. ഇച്ചിരി ബ്ലഡ് കാര്യങ്ങളൊക്കെ പോയി എന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ ബാൻഡൊക്കെ ചുറ്റിയിട്ട് കളി കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നവരെ കാര്യമായിട്ട് ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തിടുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ക്ഷമ പെട്ടെന്ന് അവർക്ക് വന്നു. പതുക്കെ പന്തൊക്കെ ഹോൾഡ് ചെയ്ത് എവർട്ടനെ ഇങ്ങോട്ട് വലിച്ചൊക്കെ കളിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നല്ല അവസരം കൂടി കിട്ടിയതാണ്. ആദ്യം ട്രൊസാർഡിൻ്റെ ഷോട്ട് ഡിഫൻഡർ റീബൗണ്ട് ആയിട്ട് കിട്ടുമ്പോൾ റൈസിൻ്റെ വക ഒരു ഷോട്ടായിരുന്നു. പക്ഷേ അത് അഗൈൻ ഡിഫൻഡർ തടഞ്ഞു വിട്ടു. സോ ഫസ്റ്റ് ഹാഫിൽ അഗൈൻ ഒരു ലീഡ് എടുക്കാനുള്ള ഒരു സാഹചര്യം ആർസണലിന് കിട്ടി, പക്ഷേ അത് മുതലാക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ലൊരു റീഅഷ്വറിങ് സ്റ്റേജിൽ തന്നെ മത്സരം അവസാനിച്ചു. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഇൻ്റർവെല്ലിൽ 2 ചേഞ്ചസ് വരുത്തി. ബുക്കായ സാക്കിനെയും മാർട്ടിനെല്ലിനെ ഒരുമിച്ച് ഇറക്കി വിട്ടു മിക്കേൽ ആർട്ടറ്റ. കുറച്ച് മിനിറ്റ്സ് പ്ലെയേഴ്സിൻ്റെ അണ്ടറിൽ കിട്ടണം, കാരണം വലിയ മാച്ചാണ് വരാൻ പോകുന്നത്. സോ ഈതൻ ഹെനറിനെയും സ്റ്റെർലിങ്ങിനെയും പിൻവലിച്ചു എന്നുള്ളതാണ്. സോ ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആർസണൽ സ്വിച്ച് ഓൺ ആവാൻ മറന്നതാണോ അതോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതാണോ എന്നറിയില്ല. പിന്നീട് അങ്ങോട്ട് ആർസണൽ മത്സരത്തിലേക്ക് ഒരു ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആർസണലിന് ഇക്വലൈസിംഗ് ഗോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഫ്റ്റ് പെനാൽറ്റി, കോൺട്രവേഴ്ഷ്യൽ സോഫ്റ്റ് പെനാൽറ്റി കോൾ വന്നത് എന്നുള്ളതാണ്. സോ സിറ്റുവേഷൻ ഇതായിരുന്നു, ഒരു ബൗൺസിങ് ബോളായിരുന്നു. സോ നമ്മുടെ ലെഫ്റ്റ് ബാക്കായ ലൂയിസ് കെല്ലി ജാക്ക് ഹാഡിസൺ എന്ന് പറയുന്ന പ്ലെയറെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ 2 പ്ലേയേഴ്സും പുഷ് ചെയ്ത് ബോക്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബോളും കയറിക്കൊണ്ടിരിക്കുകയാണ് ബോക്സിലേക്ക് ബൗൺസ് ചെയ്തതിന് ശേഷം. സോ കോണ്ടാക്ട് തുടങ്ങുന്ന ബോക്സിന് വെളിയിൽ നിന്നാണ്.
രണ്ടുപേരും പിടിച്ചു വലിക്കുന്നൊക്കെ ഉണ്ട്. സോ അങ്ങനെ രണ്ട് പ്ലേയേഴ്സും ബോക്സിനകത്തേക്ക് എത്തുന്നു. ലൂയിസ് കെല്ലിക്ക് സ്റ്റെപ്പ് കിട്ടാണ്ട് ലൂയിസ് കെല്ലി വീഴുന്നു. പക്ഷേ കോൺടാക്റ്റിലുണ്ടായിരുന്ന ജാക്ക് ഹാരിസണും അതിൻ്റെ കൂടെ വീഴും. ലൂയിസ് കെല്ലി വീണതിന് ശേഷം ആ ഒരു ജാക്ക് ഹാരിസണും വീഴുകയാണ് അവിടെ. പക്ഷെ അവിടെ നോക്കുകയാണെങ്കിൽ വലിയ ഹാർഡായിട്ടുള്ളൊരു ടച്ച് അല്ല അത്. രണ്ട് പ്ലേയേഴ്സും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരു പ്ലെയർ വീഴുന്നു. എന്നാൽ ശരി, ഇവൻ വീണല്ലേ, ഇവനെ ഞാനായിട്ട് കോൺടാക്റ്റ് ഇല്ല, എന്നാൽ ഞാനും വീണാക്കാം എന്നുള്ള രീതിയിൽ ജാക്ക് ഹാരിസൺ അവിടെ വീഴുന്നു. ഡാരൻ ഇംഗ്ലണ്ട് ആയിരുന്നു റെഫറി. ഒരു ചെറിയ മീറ്റർ ദൂരത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ പെനാൽറ്റി ബോക്സിന് അടുത്ത് തന്നെ. ഒരു സെക്കൻഡ് നോക്കിയിട്ട് ആൾ പെനാൽറ്റി സ്പോട്ടിലേക്ക് കൈ ചൂണ്ടി വിസിൽ വിളിച്ചു. ഓക്കെ ഫൈൻ, റെഫറിയുടെ ആ ഒരു ആംഗിളിൽ നിന്ന് ചിലപ്പോൾ അത് തോന്നിക്കാണും. ചിലപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് പറയുമ്പോൾ അതൊരു പെനാൽറ്റി ആയിട്ട് തോന്നിക്കാണും. കാരണം ലൂയിസ് കെല്ലി വീഴുന്നത് മേ ബി ജാക്ക് ഹാരിസണ് വലിയ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് മേ ബി റെഫറിക്ക് തോന്നിക്കാണും. ഫൈൻ. VAR എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സ്റ്റുവർട്ട് അറ്റ്വെൽ ആയിരുന്നു ഈ മത്സരത്തിൻ്റെ ഇൻചാർജ് ആയിട്ടുണ്ടായത്. ആ ഒരു റെഫറിക്ക് ആ ഒരു വീഡിയോ പല ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും, പല ഡ്യൂറേഷനിൽ പല ഫ്രെയിംസ് ഫ്രീസ് ചെയ്ത് കാണാൻ പറ്റും. അത് കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഫൈൻ, റെഫറിയുടെ ഡിസിഷൻ ഓവർടേൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കോണ്ടാക്റ്റ് ഉണ്ട് അവിടെ, ആൾ വീഴുന്നു, ഫൈൻ, അതൊരു പെനാൽറ്റി വിളിക്കാമെന്ന് വെച്ചാൽ ബൈ ദ ബുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ സ്റ്റുവർട്ട് അറ്റ്വെല്ലിന് പറയാലോ, മോനെ ഡാരൻ ഇംഗ്ലണ്ട് ഇത് കണ്ടിട്ട് അത്ര ഹാർഷായിട്ട് തോന്നുന്നില്ല, മീൻസ് ലൈക്ക് ഒരു ഹാർഡ് ടച്ചായിട്ട് തോന്നുന്നില്ല, ജാക്ക് ഹാരിസൺ വീഴാവുന്ന രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റ് ഒന്നും അവിടെ കാണുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ VARൻ്റെ ചതുരപ്പെട്ടി ഇരിപ്പുണ്ട്, നീ അതിനകത്തൊന്നും ഒന്ന് നോക്ക് എന്നൊന്ന് പറയാം. പക്ഷെ അവിടെ അതൊന്നുമില്ല, വേറെ കൺസൾട്ടേഷൻ ഒന്നുമില്ല. ഞാൻ ആ തീരുമാനം ശരിയാണ്, പെനാൽറ്റി എടുത്തോ, അതായിരുന്നു VARൻ്റെ മറുപടി. എനിക്കറിയാൻ പാടില്ല എങ്ങനെ ഈ ആർസണലിനെതിരെ മാത്രം ഇത്രയും കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ വരുന്നത്. ജസ്റ്റ് പോകുന്ന വഴിക്ക് കാലും തട്ടിയതിന് സെക്കൻഡ് യെല്ലോ റെഡ് കാർഡ്, റെഫറി വിസിൽ വിളിച്ചതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇൻ മാച്ച് ബോൾ ക്ലിയർ ചെയ്ത് വിട്ടതിന് ട്രൊസാർഡിന് സെക്കൻഡ് യെല്ലോ റെഡ് കാർഡ്, ലൂയിസ് കെല്ലിയുടെ ഡയറക്റ്റ് റെഡ് കാർഡ്, മറന്നിട്ടില്ല അതൊന്നും. പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം വരുന്നു. എനിക്കറിയാൻ പാടില്ല എങ്ങനെ നമുക്കെതിരെ മാത്രം ഇങ്ങനെ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതെന്ന്. സത്യമായിട്ടും പ്രീമിയർ ലീഗ് കാണുന്ന ഒരാളുടെ രീതിയിൽ ഇതൊരു ഇങ്ങനത്തുള്ള സോഫ്റ്റ് ടച്ചിനൊക്കെ പെനാൽറ്റി കൊടുക്കുന്നത് ഞാൻ വേറെ ഒരു ടീമിനെതിരെയും കാണുന്നില്ല. എന്തിനാണ് ഈ ആർസണലിനെതിരെ മാത്രം പുതിയ നിയമങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, PGMകൾ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിവേ, പെനാൽറ്റിക്കെതിരെ ജോർജീനോ വന്നിട്ട് കുറേ വാദിച്ചു നോക്കി. ഒടക്കാർഡ് ഇല്ലാത്ത കാരണം ജോർജീനോയാണ് ക്യാപ്റ്റനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ജോർജീനോക്ക് കൊടുത്തൊരു മഞ്ഞക്കാർഡ്. അതിനുശേഷം എൻഡായ എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു പെനാൽറ്റി എടുക്കാൻ വന്നത്. എന്തായാലും ആ താരത്തിന് തെറ്റിയില്ല, റായ വേറെ വഴിക്കാണ് ചാടിയത്. സോ കറക്റ്റായിട്ട് എൻഡായ സ്കോർ ചെയ്തു. അങ്ങനെ 49ാമത്തെ മിനിറ്റ് ആയപ്പോൾ എവർട്ടൺ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തി ഗുഡിസൺ പാർക്കിൽ എന്നുള്ളതാണ്. സോ അതിനുശേഷം മത്സരത്തേക്ക് തിരിച്ചു വരാൻ ആർസണലിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. 2 ഫ്രീ കിക്കുകൾ ഉണ്ടായിരുന്നു, രണ്ടും പെനാൽറ്റി ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന് 2 ഫ്രീ കിക്കുകൾ കിട്ടിയിരുന്നു. അതിൽ ഒരെണ്ണം ബുക്കായ സാക്കയുടെ ബാറിലാണ് തട്ടിയത്. പിന്നെ അതിനു ശേഷം ഡെക്ലാൻ റൈസിൻ്റെ ഒരു ഷോട്ട് നല്ലൊരു പവർഫുൾ ഷോട്ട് തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പിക്ഫോർഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ആയതുകൊണ്ട് പിക്ഫോർഡ് അത് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിനെല്ലിയുടെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമൊക്കെ ഇപ്പോൾ മാർട്ടിനെല്ലിയുടെ ഒരു കിഡിലിന് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അഗെയിൻ പിക്ഫോർഡ് സേവ് ചെയ്യുന്നു. പിന്നെ എവർട്ടൻ്റെ ഡിഫൻസീവ് ലൈനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. ആൻഡ് മത്സരം അവസാനിക്കാൻ കുറച്ച് നിമിഷമുള്ളപ്പോൾ തന്നെ മിക്കേൽ മിറേനയ്ക്ക് നല്ലൊരു ഹെഡർ അവസരം കിട്ടിയതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കീറൻ ടിയറിന് വെച്ച് കൊടുത്തൊരു അവസരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് കിട്ടി ബോൾ പുറത്തേക്കാണ് പോയത്. സോ ആ അവസരം പഴയ അങ്ങനെ അവസാനം 1-1 ഡ്രോയിൽ മത്സരം അവസാനിച്ചു എന്നുള്ളതാണ്. സോ മേഴ്സിസൈഡിൽ എവർട്ടൻ്റെ നെയ്ബേഴ്സാണ് ലിവർപൂൾ. സോ അവർക്ക് എന്താ പറയുക, അയൽവക്കക്കാർക്ക് എവർട്ടൺ ഒരു വലിയ സഹായം എന്നല്ല, എന്തൊരു റീഅഷുറൻസ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഇത്ര വൈകി ജയിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രീമിയർ ലീഗ് ജയിച്ചോളൂ എന്ന് പറയുന്ന ഒരു അഷുറൻസ് കൊടുക്കുന്ന പോലുള്ളൊരു പോയിന്റ്സ് ഡ്രോപ്പ് ആയിരുന്നു ആർസണലിന് കിട്ടിയത് മേഴ്സിസൈഡിൽ എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം അവസാനിച്ചപ്പോൾ 2 പോയിന്റ് നഷ്ടം വന്നല്ലോ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ എന്നുള്ളതിനേക്കാൾ വേറെ പുതിയ ഇഞ്ചുറി ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു ആസ് എ ആർസണൽ ഫാൻ എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം പ്രീമിയർ ലീഗിന് നമ്മൾ ഇനി വേറെ പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. ആ ഒരു 2ാം സ്ഥാനം അല്ലെങ്കിൽ ടോപ്പ് 4 ഫിനിഷ് ഇതൊക്കെ ഉള്ളൂ നമുക്ക്. സോ ഈ ഒരു 2 പോയിന്റ് നഷ്ടപ്പെട്ടത് ഒന്നുമില്ല, ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം കുറച്ചും കൂടി പെട്ടെന്നാക്കി എന്ന് മാത്രമേ എനിക്ക് ഫീൽ ആയിട്ടുള്ളൂ. ലിവർപൂൾ വിന്നിങ് ദ ലീഗ് അതേ തോന്നിച്ചിട്ടുള്ളൂ. പക്ഷേ ഇഞ്ചുറി ഇല്ലാതെ വന്നാണ് നമുക്കൊരു ആശ്വാസത്തിൽ പോയി. പുതിയ ഇഞ്ചുറീസ് ഒന്നും കണ്ണിന് മുന്നിലൊന്നും കണ്ടില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് ആഗ്രഹിക്കാം. എനിവേ ഒരു പ്ലെയർ അനാലിസിസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് ലൈനിൽ നോക്കുകയാണെങ്കിൽ ജേക്കബ് കിവിയോറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. എല്ലാവരും ഉറ്റുനോക്കിയൊരു പ്ലെയറാണത്. ഗബ്രിയേലിൻ്റെ ആ ഒരു സ്പേസ് എങ്ങനെ ജേക്കബ് കിവിയോറിന് ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു പ്ലെയർ. നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു, അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സാലിബയുടെ കാര്യം, സാലിബ ആസ് യൂഷ്വൽ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ആൻഡ് റൈറ്റ് ബാക്കിൽ ബെൻ വൈറ്റിൻ്റെ കാര്യം പറയാനുള്ളത്, ബെൻ വൈറ്റ് അത്ര അങ്ങോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല, ആൾ ഇച്ചിരി സ്ലോപ്പിയൊക്കെ ആയിരുന്നു. പക്ഷേ എനിവേ ആൾ
ഡീസൻ്റായിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ജൂലിയൻ ടിംബർ വരെയും ചെയ്തു 70ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ. സോ രണ്ട് പ്ലേയേഴ്സിനും അത്യാവശ്യം മിനിറ്റ്സ് കിട്ടി എന്നുള്ളതാണ് ആ റൈറ്റ് ബാക്ക് പൊസിഷനിൽ. എനിവേ ആൻഡ് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജോർജിനോ വാസ് ഓക്കെ, നീറ്റായിരുന്നു. ആൻഡ് റൈസ് വാസ് ട്രൈങ് ഒരു അറ്റാക്കിംഗ് ഇൻപുട്ട്, ക്രൂഷ്യലായിട്ട് അറ്റാക്കിംഗ് ഇൻപുട്ട് കൊടുക്കാനായിട്ട് റൈസ് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ് ഗോൾ കാണാൻ കഴിഞ്ഞില്ല താരത്തിന്. ആൻഡ് മെറീനോ വാസ് ഓക്കെ, കൈൻഡ് ഓഫ് ഓക്കെ. ആൻഡ് അറ്റാക്കിംഗ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗ് ട്രൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൊന്ന് ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് കൊടുക്കാനായിട്ട്. ബട്ട് സ്റ്റിൽ പറ്റുന്നില്ല ആൾ സ്റ്റിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ കാര്യമായിട്ടൊരു 1-on-1 സിറ്റുവേഷൻസിലൊന്നും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്ലെയറിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു അസിസ്റ്റ് വെച്ചു എന്നുള്ളത് ഈ ഒരു മാച്ചിൽ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ആൻഡ് റൈറ്റിൽ ഈതൻ വെനേരയുടെ കാര്യം പറയുകയാണെങ്കിലും ഫുൾഹാമായിട്ടുള്ള മാച്ചിലെ പോലെ തന്നെ ആൾക്ക് കാര്യമായിട്ടൊന്നും മത്സരത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. മത്സരത്തിൽ കാര്യമായിട്ട് ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാൻ ഈതൻ വെനേർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് വിങ്ങിന് ഒട്ടും കഴിഞ്ഞിട്ടില്ല ഈ ഒരു മത്സരത്തിൽ എന്നുള്ളത്. മേജർ ഓഫ് ദി അറ്റാക്സും വന്നത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. റൈറ്റ് വിങ്ങിൽ കാര്യമായിട്ടൊരു സംഭവം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഈതൻ വെനേർ ഈ ഹാഫ് ടൈമിന് മാറിയതിന് ശേഷം ബുക്കായ സാക്ക വരുന്നുണ്ട്. സാക്കയ്ക്കായാലും ഈ ഒരു വർഷത്തെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാക്കയുടെ പ്രസൻസ് കാര്യമായിട്ട് ഫീൽ ആവുന്ന രീതിയിൽ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു കോർണർ കിട്ടുന്നുണ്ട്. അപ്പോൾ സെറ്റ് പീസിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു പ്രഭാവം നമുക്കറിയാം. സോ പക്ഷെ ബുക്കായ സാക്കയുടെ ഒരു എന്താ പറയുക കോർണർ കിക്ക് വളരെ ദുർബലമായിരുന്നു. സോ അത് മൊത്തത്തിൽ അത് സമ്മപ്പ് ചെയ്യുന്നതാണ് ബുക്കായ സാക്കയുടെ പെർഫോമൻസ്. ഞാൻ പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡിലുള്ള മത്സരത്തിൽ കാര്യമായിട്ട് എക്സ്പെക്റ്റേഷനൊന്നും വെക്കരുത് പ്ലെയറിൽ നിന്ന്. അദ്ദേഹം ഇപ്പോൾ ചെയ്ത പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ വരുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ കാര്യമായിട്ട് എക്സ്പെക്റ്റേഷൻ ആ പ്ലെയറിൽ കൊടുക്കണ്ട എന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു റിക്കവറി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഗെയിം ടൈമൊക്കെ കിട്ടി ഒന്ന് ഡെവലപ്പായി വരണം, അല്ലെങ്കിൽ ഒരു റീഅഷ്വറിങ് സ്റ്റേജിലേക്കൊക്കെ എത്തണം. കുറച്ചും കൂടി സമയം വേണം പ്ലെയറിന്. സോ അനാവശ്യമായുള്ള എക്സ്പെക്റ്റേഷൻ ബുക്കായ സാക്കയിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ലെഫ്റ്റിൽ മാർട്ടിനലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹാഫ് ടൈമിന് ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്ഫോർഡിനെതിരെ ഒരു തകർപ്പൻ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, അറ്റംപ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. ഫുൾഹാമിനായുള്ള മത്സരം വെച്ച് നോക്കുമ്പോൾ അത്ര എത്തിയിട്ടില്ലെങ്കിലും ബട്ട് ഇറ്റ് വാസ് ഓക്കെ കൈൻഡ് ഓഫ്. ആൻഡ് സ്ട്രൈക്കിംഗ് റോളിൽ സെൻട്രൽ റോളിൽ ട്രൊസാർഡ് പൊളിച്ചു എന്നുള്ളതാണ്. ഗോള് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ട്രൈക്കിംഗ് റോളിൽ ആ സെൻട്രൽ ഏരിയയിൽ ട്രൊസാർഡ് അഗെയിൻ മികച്ചതാക്കുന്നുണ്ട്. ആ വിങ് പൊസിഷനിൽ കളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെട്രോ ട്രൊസാർഡ് മിഡിൽ കളിക്കുന്നതന്നെയെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ ടിയർണിയുടെ കാര്യം എടുത്ത് പറയണം. 2 നല്ല അസിസ്റ്റുകൾ അദ്ദേഹം വെച്ചേനെ ഈ ഒരു മത്സരത്തിൽ നിന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ക്യാപ്റ്റനായ ഒഡഗാർഡ്, സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി ഒഡഗാർഡിന് നല്ലൊരു അവസരം വെച്ച് കൊടുത്തതാണ്. ഒഡഗാർഡ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്കാണ് പോയത്. അതേപോലെ മത്സരം കഴിയാൻ കുറച്ച് നിമിഷം നോക്കുമ്പോൾ മിക്കൽ മെറീനോയ്ക്ക് ഒരു അവസരം വെച്ച് കൊടുത്താണ്, പക്ഷേ അതേ മിക്കൽ മെറീനോൻ്റെ ഹെഡർ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. സോ ടിയർണിക്ക് അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്നതിന് ശേഷം ലൂയിസ് കെല്ലിക്ക് പകരം. ഒരു 65ാമത്തെ മിനിറ്റൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോഴാണ് ടിയർണി വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമുക്കിപ്പോൾ 2ാം സ്ഥാനത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു. ലിവർപൂൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ ഉറപ്പിച്ചതാണ്. അത് എത്ര പെട്ടെന്ന് നമ്മൾ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യം എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളത് മാത്രമേ ഇനി കാണാനുള്ളൂ എന്നുള്ളതാണ്. എവർട്ടൺ നോക്കുകയാണെങ്കിൽ 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു മത്സരത്തിനേക്കാളും കൂടുതൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന റയൽ മാഡ്രിഡുള്ള മത്സരത്തിനെയാണ്. സോ റയൽ മാഡ്രിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാ ലീഗയിൽ അവർ ഒരു ഷോക്കിംഗ് ഡിഫീറ്റ് ഏറ്റുവാങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. സാന്റിയാഗോ ബെർണബേയിൽ നടന്ന മത്സരത്തിൽ വലൻസിയയ്ക്കെതിരെ സ്റ്റോപ്പേജ് ടൈമിലാണ് ആ ഒരു ലൂസിങ് ഗോൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് റയൽ മാഡ്രിഡ് എന്നുള്ളതാണ്. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ അവർ വലൻസിയോട് ലാ ലീഗയിൽ തോറ്റു എന്നുള്ളതാണ്. സോ സാന്റിയാഗോ ബെർണബേയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന് 13ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡിൽ പോകാനുള്ള അവസരം കിട്ടിയതാണ്. ഒരു പെനാൽറ്റി അവസരം കിട്ടിയതാണ്. സംഭവം എന്ന് വെച്ചാൽ കിലിയൻ എംബാപ്പയുടെ ഒരു റണ്ണായിരുന്നു, ജസ്റ്റ് ഒരു ലാസ്റ്റ് മാൻ റണ്ണായിരുന്നു കിലിയൻ എംബാപ്പയുടെ. പക്ഷേ അവിടെ പെനാൽറ്റി ബോക്സിനകത്ത് പിറകിൽ നിന്ന് കിലിയൻ എംബാപ്പിനെ വീഴ്ത്തിയതിന് കിട്ടിയ ഒരു പെനാൽറ്റി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് വിനീഷ്യസ് ജൂനിയറാണ് എടുക്കാൻ വന്നത്. ഒരു ലൂസ് പെനാൽറ്റി ആയിരുന്നു. അധികം വൈഡ് ആയില്ല. ഗോൾ കീപ്പർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 15ാമത്തെ മിനിറ്റിൽ വലൻസിക്ക് ഒരു കോർണർ വന്നു. അതിൽ നിന്നും ഡിയാക്കാബി എന്ന് പറയുന്ന പ്ലെയർ ഹെഡറിലൂടെ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. സോ അതിനുശേഷം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഡിയാക്കാബി വഴി ഒരു ഓൺ ഗോൾ വലൻസിക്കെതിരെ റയൽ മാഡ്രിഡിന് കിട്ടി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നീട് VAR ചെക്കിനകത്ത് അതിൽ ചെറിയൊരു ഓഫ് സൈഡിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. കിലിയൻ എംബാപ്പെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഓഫ് സൈഡ് കണ്ടന്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഡിസലവ് ചെയ്തു VAR എന്നുള്ളതാണ്. പിന്നീട് റയൽ മാഡ്രിഡിന് അവസരങ്ങൾ ധാരാളം കിട്ടിയിരുന്നു, പക്ഷെ ഒന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല. കിലിയൻ എംബാപ്പയുടെയൊക്കെ ഷോട്ടുകൾ എങ്ങനെയോ പോസ്റ്റിനകത്ത് മാത്രം കയറുന്നില്ല, പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുക, അങ്ങനെ കടന്നുപോയി. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. സെക്കൻഡ് ഹാഫിൽ 50ാമത്തെ മിനിറ്റ് എത്തിയപ്പോഴാണ് റയൽ മാഡ്രിഡ് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തിയത്. അതും ഒരു കോർണർ കിക്കിൽ നിന്നായിരുന്നു. കോർണർ വരുന്ന വഴി ജൂഡ് ബെല്ലിംഗാമിൻ്റെ തലയിൽ ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു. സോ അസിസ്റ്റ് ജൂഡ് ബെല്ലിംഗാമിന് പോയി. നേരെ ചെന്ന് വിനീഷ്യസ് ജൂനിയറിൻ്റെ കളികളിലേക്കായിരുന്നു. ഫസ്റ്റ് ടൈം ടച്ച് തന്നെ വിനീഷ്യസ് ജൂനിയറിനെ മാർക്ക് ചെയ്യാനായിട്ട് വലൻസിയ പ്ലേയേഴ്സ് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ഡിഫൻഡർ അടുത്ത് വന്നപ്പോഴേക്കും വിനീഷ്യസ് ജൂനിയർ ടച്ച് കൊടുത്തു, പന്ത് പോസ്റ്റിനകത്ത് കയറി. സോ
50ാമത്തെ മിനിറ്റ് ആയപ്പോൾ 1-1 എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി സാന്റിയാഗോ ബെർണബൂവിൽ. പിന്നീടുള്ള നിമിഷങ്ങളിൽ എപ്പോഴാണ് റയൽ മാഡ്രിഡ് സ്കോർ ചെയ്യാൻ വരുന്നത് എന്നുള്ളതാണ്. നല്ല ഫാസ്റ്റായിട്ടുള്ള അറ്റാക്കിംഗ് മൂവ്മെന്റ്സും കാര്യങ്ങളും അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെല്ലിംഗം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വാൽവേർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എംബാപ്പെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും മത്സരിച്ച് അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. പക്ഷെ ഗോൾ മാത്രം എങ്ങനെയോ വന്നില്ല എന്നുള്ളതാണ് വലൻസിയക്കെതിരെ. അവസാനം 94ാമത്തെ മിനിറ്റ്, 90 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെ എക്സ്ട്രാ ടൈമാണ് വെച്ചിരുന്നത്. അവിടെ 94ാമത്തെ മിനിറ്റിൽ മിഡ്ഫീൽഡിൽ ഒരു പന്ത് അറ്റാക്കിങ്ങിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡ്, പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു പന്ത് സെൻട്രൽ ലൈൻ അടുത്ത് വെച്ച് ഡീൽ ചെയ്യാനായിട്ട് ചാമണി ചെറുതായിട്ടൊന്ന് അത് മിസ്സാക്കി എന്നുള്ളതാണ്. ആ ഒരു അവസരം വലൻസിയ പ്ലേയേഴ്സ് മുതലാക്കി എന്നുള്ളതാണ്. അവിടെ റാഫ മീറിൻ്റെ ഒരു റണ്ണ് വരുന്നു, 2 സബ്സ്റ്റിറ്റ്യൂട്ട്സ് കമ്പൈൻ ചെയ്തൊരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. റാഫ മീറിൻ്റെ ഒരു റണ്ണ് വരുന്നു റൈറ്റ് സൈഡിൽ കൂടെ. ഡിഫൻഡേഴ്സ് അത്യാവശ്യം അറ്റാക്കിംഗ് മുകളിലായതുകൊണ്ട് ഡിഫൻസീവ്ലി അത്ര റെഡി ആയിരുന്നില്ല എന്ന് തന്നെ തോന്നുന്നു. റാഫ മീറിൻ്റെ റണ്ണ് വരുന്നു. അതിനുശേഷം റാഫ മീറിൻ്റെ ഒരു കട്ട് ബാക്ക് ക്രോസ്, ഒരു എയറിലൂടെ ഒരു ക്രോസ് തന്നെയായിരുന്നു. ആൻഡ് പറയുന്ന ഓടി വന്ന ഹ്യൂഗോ ഡോറോ ഒരു റണ്ണിങ് ഹെഡർ വെച്ച് കൊടുക്കുകയായിരുന്നു. ഫ്രാൻസിസ് ലോപ്പസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ അവിടെ ബീറ്റിനായി. 94ാമത്തെ മിനിറ്റിൽ വലൻസിയ അവരുടെ വിന്നിങ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് സാന്റിയാഗോ ബെർണബൂവിൽ. തൊട്ടടുത്ത നിമിഷം മത്സരം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിലേക്ക് റയൽ മാഡ്രിഡ് പോയി. വിസിൽ വിളിക്കുക റഫറി എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈനിലേക്ക് കുതിക്കുകയായിരുന്നു. നമ്മൾ ഈ ഓട്ട മത്സരത്തിനൊക്കെ നിൽക്കില്ലേ, അപ്പോൾ വിസിൽ വിളിക്കുന്നതിന് മുമ്പ് പ്ലേയേഴ്സ് ഓടിക്കഴിഞ്ഞാൽ ഫൗൾ വിളിച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്യില്ല. അതേപോലെ 2 വട്ടം സംഭവിച്ചു എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് ലൈൻ മറ്റേ സെൻട്രൽ ലൈനിൽ വെച്ച് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനും റഫറിയും തമ്മിൽ. സോ അതിനുശേഷം മത്സരം തുടങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ലോങ് ബോൾ വരുന്നു. റുഡിഗർ, ഡിഫൻഡറായ റുഡിഗർ വലൻസിയ പ്ലേയേഴ്സിൻ്റെ ഡിഫൻസീവ് ഓഫ് സൈഡ് ട്രാപ്പ് പൊട്ടിച്ച് കയറുന്നു. റുഡിഗറിൻ്റെ ഫസ്റ്റ് ടച്ച് വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷേ സെക്കൻഡ് ടച്ച് ആയപ്പോഴേക്കും ഗോൾ കീപ്പർ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ ഷോട്ട്, ആ ഗോൾ പോകേണ്ട ഷോട്ട് പക്ഷേ ഗോൾ കീപ്പറെ തട്ടിപ്പോയി. അല്ലെങ്കിൽ അവിടെ സാന്റിയാഗോ ബെർണബൂവിൽ എഗെയിൻ ഒരു മാജിക്കൽ മൊമെൻറ്റ്, ഐ മീൻ ലൈക്ക് ഒരു ഡ്രോ ആണെങ്കിൽ കൂടി അതൊരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടേനെ എന്നുള്ളതാണ്. അവിടെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ വലൻസിയ അവിടെ ഒരു സേവ് വന്നു ഗോൾ കീപ്പറിൻ്റെ. അതിനുശേഷം മത്സരം 2-1 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചു എന്നുള്ളതാണ്. സോ ലാലിഗ ടൈറ്റിൽ റേസിൽ റയൽ മാഡ്രിഡിന് വലിയൊരു അടിയാണ് സ്വന്തം ഹോമിൽ കിട്ടിയത് എന്നുള്ളതാണ്. ആൻഡ് വലൻസിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റാറ്റ്സ് പറയാനുണ്ട്. ഈ സീസണിൽ 17ാമതായിരുന്നു വലൻസിയ എന്നിരുന്നത്. അവർക്ക് ഒരു എവേ വിന്ന് പോലും സാന്റിയാഗോ ബെർണബൂവിൽ വരുന്നവരെ ഈ സീസണിൽ ഉണ്ടായിരുന്നില്ല. ഒരു എവേ വിന്ന് പോലും അവർക്ക് ഇല്ല എന്നുള്ളതാണ്. 17 വർഷം മുമ്പാണ് അവർ റയൽ മാഡ്രിഡിനെ സാന്റിയാഗോ ബെർണബൂവിൽ തോൽപ്പിച്ചത്. 17 വർഷമായിട്ട് സാന്റിയാഗോ ബെർണബൂവിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം സാധിച്ചു ആ 94ാമത്തെ മിനിറ്റിൽ ആ ഒരു ഹെഡർ ഗോൾ വഴി എന്നുള്ളതാണ്. സോ ഇനി എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം വരുന്നത് ആർസണലിനെതിരെ ചാമ്പ്യൻസ് ലീഗിലാണ് മിഡ് വീക്കിൽ. സോ മത്സരത്തിന് ഈ ഒരു മത്സരത്തിന് കാർലോ ആൻസലോട്ടി പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കെതിരെ ഗോൾ നേടാനായിട്ട് എതിരാളികൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇപ്പം ഇല്ല, വലിയ ഹാർഡായിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പാസ്സാക്കിയിട്ടുണ്ട്. സോ ആർസണൽ മൈറ്റ് ബി ലുക്കിംഗ് to do that. Okay, let's see about that anyway. ഈ 2 മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനലിലെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനോട് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അതിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.